ചോദ്യം. കരയോ നായർ സർവീസ് സൊസൈറ്റിയിൽപ്പെട്ടവരോ അല്ലെങ്കിൽ നായർമാരായിട്ടുള്ള മുതലാളിമാർക്കോ ആർക്കെങ്കിലുമൊക്കെ ഇതിൻ്റെ സ്വർണത്തിൻ്റെ അംശം കിട്ടിയിട്ടുണ്ടോ? SNDP ബന്ധപ്പെട്ടവർ കിട്ടിയിട്ടുണ്ടോ? മറ്റ് സമുദായങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടോ? ഇനി രാഷ്ട്രീയ പാർട്ടികളെ ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടിരിക്കുന്നു, മറ്റ് നേതാക്കളെല്ലാം കണ്ടിരിക്കുന്നു, ഒരുപാട് പേരെ പോയി കണ്ടിട്ടുണ്ട്, സിനിമാ നടന്മാരെ കണ്ടിരിക്കുന്നു, സിനിമാ നടിമാരെ കണ്ടിരിക്കുന്നു, എല്ലാവരെയും കണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ കണ്ട കൂട്ടത്തിൽ ഈ സ്വർണത്തിൻ്റെ അംശം ഇവർക്കാർക്കെങ്കിലും പോയിട്ടുണ്ടോ? ആരൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേട്രനേജ് പിതൃത്വം എടുത്ത് ഇങ്ങനെ നിൽക്കുന്നത് എന്ന് നമുക്കറിയുന്നില്ല. അതുകൊണ്ട് എന്തുകൊണ്ട് ഇത്രയും ഹോട്ടായ ഒരു വിഷയം കിട്ടിയിട്ട്, ഇത്രയും ചൂടുള്ളൊരു വിഷയം കിട്ടിയിട്ട് അത് ആചാര ലംഘനവുമായി ബന്ധപ്പെടുത്തുക? കാരണം കട്ടളപ്പാളി ഇറക്കിക്കൊണ്ട് പോണതും പിന്നെ ദ്വാരപാലക വിഗ്രഹം എടുത്തുകൊണ്ട് പോണതും ഒക്കെ ആചാര ലംഘനമാണല്ലോ. ആരോടും ചോദിക്കാതെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് ആചാര ലംഘനമല്ലേ? അങ്ങനെ വലിയൊരു ആചാര ലംഘനം ശബരിമല നടന്നിട്ട് എന്തുകൊണ്ട് പന്തളം കൊട്ടാരം ഇതിനകത്ത് വരുന്നില്ല? വലിയ ചോദ്യമാണ്. പിന്നെ അതിന് ശശികുമാരൻ നേരത്തെ പന്തളം കൊട്ടാരം ബന്ധപ്പെടുത്തി ഇപ്പം മരിച്ചുപോയല്ലോ, അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ ചില കഥകൾ അദ്ദേഹവും വേണ്ടപ്പെട്ടവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ശബരിമലയെക്കുറിച്ചും രാജീവ് തന്ത്രിയെക്കുറിച്ചും ഒക്കെ ഒരുപാട് പിന്നെ അദ്ദേഹം ആർത്തിപ്പണ്ടാരമാണെന്നും പണം കണ്ടാൽ എവിടെ കണ്ടാലും കൈയിട്ട് വരും എന്നൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് അതുമായി ബന്ധപ്പെട്ട ചില സുഹൃത്തുക്കൾ എന്നോട് പറയാം. അപ്പോൾ ഇതെല്ലാം സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുന്നത്. അപ്പോൾ ആരുടെയും പേര് പറയാതെ നമ്മൾ സോഴ്സ് പറയുന്നത്. അപ്പോൾ സോഴ്സ് പറയുന്നില്ല നമ്മൾ, പക്ഷേ ഈ വിവരങ്ങൾ നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ NSSന്റെ ഭാഗത്തുനിന്ന് എന്തുകൊണ്ട് ശക്തമായ ഈ ശബരിമലയിലെ കേസ് ഇങ്ങനെ പോയാൽ പോരാ, അത് അതിശക്തമായി എല്ലാവരെയും അകത്താക്കണമെന്ന് എന്തുകൊണ്ട് NSSും SNDPയും പറയുന്നില്ല?